afternoon. During the last classes, we have already explained about the chapter residential status. On this chapter, we are clearly explains about what are the different residential status maintained in the case of different types of assessee like individual assessee, organizational assessee such as partnership firm, joint stock company, etc. And also we explained about the residential status and incidence of tax in the cases of different residential status. And the next chapter we propose to explain today's classes is exempted income from income taxes. മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് കവറപ്പ് ചെയ്യാനുള്ള ഏരിയാസ് എക്സംപ്റ്റഡ് ഇൻകംസ് എന്നതിനെക്കുറിച്ചാണ്. എക്സംപ്റ്റഡ് ഇൻകം ഫ്രം ടാക്സസ്, ഇൻകം ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള ഇൻകംസുകൾ അതൊക്കെയാണ്. അതായത് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ലാത്ത ഒരു വ്യക്തിയുടെ വരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ടാക്സ് എമൗണ്ട് കാണിക്കുന്ന സമയത്ത് ടാക്സ് എമൗണ്ടിലേക്ക് പരിഗണിക്കേണ്ടതില്ലാത്ത ഈവൻ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലേക്ക് പോലും പരിഗണിക്കേണ്ടതില്ലാത്ത ചില ഐറ്റംസുകളാണ് നമ്മളിവിടെ എക്സംപ്റ്റഡ് ഇൻകംസ് എന്നുള്ള പേരിലായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെടാറുള്ളത്. നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് പല ഫോർമാറ്റുകളിലുള്ള ഇൻകംസ്, പല ഫോംസുകളിലുള്ള പല മെത്തേഡ്സിലുള്ള ഇൻകംസുകൾ ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് പ്രീവിയസ് ഇയറിൽ ഇൻകം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇൻകം അയാളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് പരിഗണിച്ചുകൊണ്ട് അതിന് ടാക്സ് കാണുന്ന സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ചില പ്രത്യേക കാറ്റഗറീസ് ഓഫ് ഇൻകംസുകൾ ഗവൺമെൻറ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ലാത്തതും ഈവൻ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു വ്യക്തിയുടെ മൊത്തം വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിട്ടുള്ള ചില ടൈപ്പ് ഓഫ് ഇൻകംസുകൾ ഉണ്ടാവാറുണ്ട്. പ്രധാനമായിക്കൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുക, കൃത്യമായ രൂപത്തിൽ ഏതെങ്കിലും ഒരു ഫെസിലിറ്റേഷൻ നൽകുന്ന ഗവൺമെൻറ്റിന് ബെനഫിഷ്യൽ ആയിട്ടുള്ള ചില ഏരിയകളിലുള്ള ഇൻകംസുകളാണ് സാധാരണഗതിയിൽ ഈ രൂപത്തിൽ ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ എക്സംപ്റ്റഡ് ഇൻകംസ് ഫ്രം ഇൻകം ടാക്സ് എന്നുള്ള രൂപത്തിൽ പരിഗണിച്ച് വരാറുള്ളത്. ഓക്കെ, അത് നോർമൽ കേസസിൽ ഇവിടെ ഒരു എസ് എ ക്വസ്റ്റ്യനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോർമലായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് എക്സംപ്റ്റഡ് ഇൻകംസ് ഫ്രം ഇൻകം ടാക്സ് ഒരു ജനറൽ ആയിട്ട് എസ് എ ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അതിൻ്റെ പുറമെ നമുക്ക് ഈ ഒരു എക്സംപ്റ്റഡ് ഇൻകത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട എക്സംഷൻസുകൾ കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്ന സമയത്ത്, ഐ മീൻ ഒരു അസസ്സിയുടെ ടോട്ടൽ ടാക്സ് ലാബിലിറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും സാലറി ഇൻകം ഉണ്ടാവും, ഹൗസ് പ്രോപ്പർട്ടി ഇൻകവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ബിസിനസ് ആൻഡ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടാവും, അതർ സോഴ്സുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടാവും, അതുപോലെ ചില എക്സംപ്റ്റഡ് ഇൻകംസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനും തന്നിട്ടുണ്ടാവും. ആ ഒരു കമ്പൈൻഡ് ട്രാൻസാക്ഷനിൽ നിന്ന് ആ വ്യക്തിയുടെ ടാക്സ് എമൗണ്ട് കാണുക എന്നുള്ള ഒരു എസ് എ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ വ്യക്തിയുടെ ടാക്സ് എമൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അതിൽ എക്സംപ്റ്റഡ് ഇൻകംസ് ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ആ ഇൻകത്തിനെ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ പോലും ഉൾപ്പെടുത്താതെ അല്ലെങ്കിൽ ടാക്സ് ലാബിലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാതെ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ കറക്റ്റായിക്കൊണ്ട് എക്സംപ്റ്റഡ് ഇൻകംസ് എന്നുള്ളത് ഒരു എസ് എ ആയിട്ട് ജനറലായിട്ട് ചോദിക്കാം എന്നതോടൊപ്പം തന്നെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എസ് എ ലെവൽ ക്വസ്റ്റ്യൻസ് അസസ്സിയുമായി ബന്ധപ്പെട്ട ടാക്സ് ലാബിലിറ്റീസ് കാണാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്വാഭാവികമായിക്കൊണ്ടും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രോപ്പറായിട്ട് എക്സംപ്റ്റഡ് ഇൻകത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലേ ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ. മൂന്നാമത്തത് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രധാനപ്പെട്ട എന്താണ് എക്സംപ്റ്റഡ് ഇൻകംസ്, അതുപോലെ തന്നെ എക്സംപ്റ്റഡ് ഇൻകംസുമായി ബന്ധപ്പെട്ട് വളരെ സ്പെസിഫിക്കലായിട്ടുള്ള ചില കോമ്പോണൻസ് അതിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ഡയറക്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് അത് ആ രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അവർ തിയററ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പൊതുവിൽ ഇത് പരിഗണിക്കപ്പെടാറുള്ളത് ഈ ചാപ്റ്റർ. എങ്കിൽ പോലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ഫൈനൽ പ്രോബ്ലം വരുന്ന സമയത്ത് അത് ഇഫക്റ്റീവായിട്ട് സോൾവ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഏതൊക്കെയാണ് എക്സെപ്റ്റഡ് ഇൻകംസ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രോപ്പറായിട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ സീരിയസ് ആയിട്ട് ചാപ്റ്ററിനെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് എക്സംപ്റ്റഡ് ഇൻകംസ് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് എക്സംപ്റ്റഡ് ഇൻകംസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്? Exempted incomes means those income on which income tax is not chargeable. Once again, exempted income means those income on which income tax is not chargeable. Income tax ചാർജ് ചെയ്യപ്പെടാത്ത
ഇൻകത്തെ പറയുന്ന പേരാണ് എക്സംപ്റ്റഡ് ഇൻകംസ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഇൻകം ടാക്സ് ചാർജ് ചെയ്യപ്പെടാതെ ഇൻകം ടാക്സിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിട്ടുള്ള ഇൻകങ്ങളെ പറയുന്ന പേരാണ്, ഇൻകംസിനെ പറയുന്ന പേരാണ് എക്സംപ്റ്റഡ് ഇൻകംസ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. മറ്റൊരു സെൻറ്റൻസ്, ദ ഇൻകം വിച്ച് ആർ നോട്ട് സബ്ജക്റ്റ് ടു ഇൻകം ടാക്സ് ഈസ് കോൾഡ് എക്സംപ്റ്റഡ് ഇൻകം. Once again, the income which are not subject to income tax is called exempted incomes. ഇൻകം ടാക്സുമായി ബന്ധപ്പെടാത്ത വ്യത്യസ്ത ഇൻകത്തെ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ പെടാത്ത വ്യത്യസ്ത ഇൻകത്തിനെയും നമുക്ക് എക്സംപ്റ്റഡ് ഇൻകം എന്നുള്ള പരിധിക്കകത്ത് കൊണ്ടുവരാവുന്നതാണ്. സെക്ഷൻ 10 ഓഫ് ഇൻകം ടാക്സ് ആക്ട് ഡീൽസ് വിത്ത് എക്സംപ്റ്റഡ് ഇൻകംസ്. ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 10 പ്രകാരമാണ് ഈ എക്സംപ്റ്റഡ് ഇൻകത്തുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻസ് ഓഫ് എക്സംപ്റ്റഡ് ഇൻകംസ്. നമുക്ക് പ്രധാനമായിക്കൊണ്ടും എക്സംപ്റ്റഡ് ഇൻകം എന്നുള്ള ഈ ഒരു ബ്രോഡസ്റ്റ് കാറ്റഗറിയെ 3 പാറ്റേൺ ആയിക്കൊണ്ട് 3 ടൈപ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ, എക്സംപ്റ്റഡ് ഇൻകം ഫോർ ഓൾ അസസി. സെക്കൻഡ് വൺ, എക്സംപ്റ്റഡ് ഇൻകം ഫോർ എംപ്ലോയീസ്. ആൻഡ് ദി തേർഡ് വൺ, എക്സംപ്റ്റഡ് ഇൻകം ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് എക്സംപ്റ്റഡ് ഇൻകത്തെ പരിഗണിക്കാവുന്നതാണ്. ഒന്ന്, സാധാരണ എല്ലാ അസസിക്കും ബാധകമായിട്ടുള്ള എക്സംപ്റ്റഡ് ഇൻകംസുകൾ. സെക്കൻഡ് വൺ, എംപ്ലോയീസിൻ്റെ കേസസിൽ, അതായത് എംപ്ലോയീസ് റിലേഷൻഷിപ്പിൻ്റെ എംപ്ലോയി റിലേഷൻഷിപ്പിൻ്റെ ബേസിസിൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന എക്സംപ്റ്റഡ് ഇൻകംസിലാണ് രണ്ടാമത്തെ ഒരു പാറ്റേൺ വരുന്നത്. മൂന്നാമത്തെ, എക്സംപ്റ്റഡ് ഇൻകം ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ ആയിട്ടുള്ള എക്സംപ്റ്റഡ് ഇൻകം. അങ്ങനെ 3 പാറ്റേൺ ആയിട്ട് 3 ടൈപ്സ് ആയിട്ട് നമുക്ക് എക്സംപ്റ്റഡ് ഇൻകത്തെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദ ഫസ്റ്റ് പാറ്റേൺ, എക്സംപ്റ്റഡ് ഇൻകം ഫോർ ഓൾ അസസി. എല്ലാ അസസിക്കും ബാധകമായിട്ടുള്ള, അതായത് വരുമാനമുള്ള പൊതുവുള്ള എല്ലാ അസസിക്കും ബാധകമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള എക്സംപ്റ്റഡ് ഇൻകംസിലാണ് നമ്മൾ ആദ്യത്തെ ഒരു പാറ്റേൺ എന്ന രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യൻ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് അറൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അക്രൂ ചെയ്യപ്പെടുന്ന അഗ്രികൾച്ചറൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകംസ് ആണ്, ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകംസുകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻകം ആണെങ്കിലേ ഈ എക്സംഷൻ ഉള്ളൂ. ഫോറിൻ അഗ്രികൾച്ചറൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഈ എക്സംഷൻ ബാധകമല്ല. ഫോറിൻ അഗ്രികൾച്ചറൽ ഇൻകത്തിന് ഇന്ത്യയിൽ സ്വാഭാവികമായിക്കൊണ്ട് ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. ഓക്കെ, and it is taken into account of for limited purpose to determine the rate of income tax for certain class of assessee. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എക്സംപ്റ്റഡ് ഇൻകംസ് എന്ന് പറയുമ്പോൾ ടാക്സിൽ ഉൾപ്പെടുത്തില്ല എന്ന് മാത്രമല്ല, ഒരാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുമ്പോൾ, അതായത് GTI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ പോലും പരിഗണിക്കപ്പെടാത്ത എമൗണ്ടാണ് സാധാരണഗതിയിൽ എക്സംപ്റ്റഡ് ഇൻകംസ്. എന്താ GTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ ടോട്ടൽ ഫിഗറിനെയാണ് നമ്മൾ GTI ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഒരു വ്യക്തി, ഒരു അസസിക്ക് വ്യത്യസ്ത ഇൻകം പാറ്റേണിൽ നിന്നും കിട്ടുന്ന മൊത്തം ഇൻകത്തെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ പോലും ഉൾപ്പെടുത്തേണ്ടതില്ലാത്ത ഐറ്റമാണ് ആക്ച്വലി എക്സംപ്റ്റഡ് ഇൻകം. അങ്ങനെയുള്ള എക്സംപ്റ്റഡ് ഇൻകത്തിൻ്റെ ഒന്നാമത്തെ എക്സാമ്പിൾസ് ആയിട്ടാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം പരിചയപ്പെടുത്തിയത്. അഗ്രികൾച്ചറൽ ഇൻകം ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻകം ആവണമെന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നേരത്തെ GTIയിൽ പോലും ഉൾപ്പെടുത്താത്തതാണ് ഈ പറയപ്പെടുന്ന എക്സംപ്റ്റഡ് ഇൻകംസ് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ കേസസിൽ സാധാരണഗതിയിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് നോർമൽ കേസസിൽ ടാക്സ് എക്സംഷൻ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും അഗ്രികൾച്ചറുമായി റിലേറ്റഡ് ആയിട്ടുള്ള പല ബിസിനസ് ഓപ്പറേഷൻസും പല ആളുകളും പെർഫോം ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ ടീ ബിസിനസ്, കോഫി ബിസിനസ്, ഷുഗർ കെയിൻ ബിസിനസ്, ഇതൊക്കെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ബിസിനസ് ആക്ടിവിറ്റീസുകളാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറുമായി ഒറ്റനോട്ടത്തിൽ എന്താ പറയുക, ഒരു മാച്ചിങ് തോന്നും. എന്നാൽ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ പരിധിയിൽ പെടാത്തതുമായിട്ടുള്ള നോൺ അഗ്രികൾച്ചർ ആയിട്ടുള്ള ഇൻകംസുകളും സാധാരണഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു അസസിക്ക് ഒരേ സമയം അഗ്രികൾച്ചറൽ ഇൻകവും നോൺ അഗ്രികൾച്ചറൽ ഇൻകവും സൈമൾട്ടേനിയസ് ആയിട്ട് വരുന്ന സമയത്ത് അവരുടെ നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തിന് മാക്സിമം ടാക്സ് ചാർജ് ചെയ്യാൻ വേണ്ടി തൽക്കാലത്തേക്ക് അഗ്രികൾച്ചറൽ ഇൻകവും നോൺ അഗ്രികൾച്ചറും കൂടിയിട്ട് കമ്പൈൻഡ് ഇൻകംസ് ടേക്കപ്പ് ചെയ്ത് അതിന് മുകളിൽ ടാക്സ് കാണാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചില പ്രത്യേക സിറ്റുവേഷൻസുകളിൽ അഗ്രികൾച്ചറൽ ഇൻകം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് തൽക്കാലത്തേക്ക് ചില സിറ്റുവേഷനിൽ അഡോപ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അതേസമയം അഗ്രികൾച്ചറൽ ഇൻകത്തിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് അടക്കേണ്ടതില്ല. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ കേസസിലാണ് ഈ എക്സംഷൻ ഉള്ളത്. അറ്റ് ദി സെയിം ടൈം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് വേണമെങ്കിൽ ടാക്സ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഗ്രികൾച്ചറിന് മുകളിൽ സാധാരണ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ടാക്സ് ചാർജ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സ്റ്റേറ്റ് ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ടാക്സ് എക്സംഷനാണ്, അത് അടക്കേണ്ടതില്ല എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കരുത്. അതായത് ശ്രദ്ധിക്കുക, ഇൻകം ടാക്സിൻ്റെ കേസസിലുള്ള എക്സംഷനാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ എന്നുള്ളതാണെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, റെസിപ്റ്റ്സ് ബൈ മെമ്പർ ഫ്രം HUF.
receipts by a member of HUF. HUF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. എനി സം റിസീവ്ഡ് ബൈ എ മെമ്പർ ഓഫ് HUF ഔട്ട് ഓഫ് ദി ഇൻകം ഓഫ് ഫാമിലി ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആ HUFൻ്റെ ഭാഗമായി കൊണ്ട് കിട്ടുന്ന ലാഭവിഹിതമോ HUFൻ്റെ ഭാഗമായി കൊണ്ട് കിട്ടുന്ന പ്രോഫിറ്റ് എമൗണ്ടോ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ HUF ഫാമിലി മെമ്പറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എക്സംപ്റ്റഡ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, കാരണം HUFിൽ നിന്നുള്ള ഇൻകത്തിന് HUF ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വരുമാനത്തിൻ്റെ ലാഭവിഹിതം HUFിൻ്റെ മെമ്പേഴ്സിന് കിട്ടുമ്പോൾ അതിന് വീണ്ടും ടാക്സ് അടക്കേണ്ടതില്ല എന്നർത്ഥം. ഓക്കെ, തേർഡ് പോയിന്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് പാർട്ട്ണർ ഇൻ ദി പാർട്ട്ണർഷിപ്പ് ഫോം. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ലാഭവിഹിതം പാർട്ട്നേഴ്സിന് കിട്ടുമ്പോൾ ആ പാർട്ട്ണർ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ആ പാർട്ട്ണർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് വേറെ പോയിട്ട് ടാക്സ് അടക്കേണ്ടതില്ല. അത് എക്സംപ്റ്റഡ് ഇൻകംസ് ആണ്. നേരത്തെ HUFൻ്റെ കേസിൽ പറഞ്ഞ അതേ ജസ്റ്റിഫിക്കേഷനാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. പാർട്ട്ണർഷിപ്പ് ഫേമിന് ഇൻകം കിട്ടുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യേണ്ടി വരും, അതിന് ടാക്സ് അടക്കേണ്ടി വരും. സാധാരണഗതിയിൽ 30% ഫ്ലാറ്റ് റേറ്റിലാണ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഇൻകത്തിന് ടാക്സ് ചാർജ് ചെയ്യാറുള്ളത്. ടാക്സ് അടച്ചതിന് ശേഷം ബാലൻസ് ഉള്ള പ്രോഫിറ്റ് എമൗണ്ട് മെമ്പേഴ്സിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് എമൗണ്ട് റിസീവ് ചെയ്യുന്ന പാർട്ട്ണർ വീണ്ടും ആ എമൗണ്ടിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടാമത് വീണ്ടും ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ളത് എക്സംപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇൻട്രസ്റ്റ് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് അസസി. ഇൻട്രസ്റ്റ് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് അസസി. ഒരു NRI അസസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എന്താണ്, ടാക്സ് എക്സംപ്റ്റഡ് ആണ് എന്നർത്ഥം. ദ ഫോളോയിങ് ഇൻട്രസ്റ്റ് ഇൻകംസ് ആർ നോട്ട് ടാക്സബിൾ ഓഫ് നോൺ റെസിഡൻറ്റ് അസസി. ഏതൊക്കെയാണ് ഈ നോൺ റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം ടൈപ്പ് ഇൻട്രസ്റ്റ് എമൗണ്ടുകളാണ് എക്സംപ്റ്റഡ് ആകുന്നത് എന്നുള്ളത് നമ്മൾ താഴത്ത് 1-2 പോയിൻറ്റ്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ നോൺ റെസിഡൻറ്റ് ഫ്രം സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഓർ ബോണ്ട്സ്. സ്പെസിഫൈഡ് സെക്യൂരിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ബോണ്ടുകളിൽ നിന്നോ കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ നോൺ റെസിഡൻറ്റ് അക്കൗണ്ട്, NRI അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഈ NRI നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എന്താണ്, ടാക്സ് എക്സംപ്റ്റഡ് ആണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അത്രയും ഈ 2 രൂപത്തിലുള്ള ഇൻട്രസ്റ്റ് എമൗണ്ടുകൾ നോൺ റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് എക്സംപ്റ്റഡ് ആണ്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, എക്സംപ്റ്റഡ് ആയിട്ടുള്ള അടുത്തൊരു ഇൻകം എന്നുള്ളത് പേയ്മെൻറ്റ് അണ്ടർ ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ ആക്ട് 1985. 1985 ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ ആക്ട് പ്രകാരം കിട്ടുന്ന കോമ്പൻസേഷൻ എമൗണ്ടുകൾ എന്താണ്, ആ കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ടതില്ല. അയാളുടെ എന്താ പറയുക, ടാക്സ് എമൗണ്ട് ആ റിസീവ് ചെയ്യുന്ന കോമ്പൻസേഷൻ എമൗണ്ടിന് ടാക്സ് എമൗണ്ടും അടക്കേണ്ടതില്ല എന്നർത്ഥം. ആൻഡ് 6th കോമ്പൻസേഷൻ ഓഫ് ഡിസാസ്റ്റർ. നേരത്തെ ഭോപ്പാൽ ഗ്യാസ് ലീക്കിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ രാജ്യത്ത് ഔദ്യോഗികമായിക്കൊണ്ട് ഡിസാസ്റ്റർ ആയിക്കൊണ്ട് അംഗീകരിച്ച ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിക്ടിംസിന് കിട്ടുന്ന കോമ്പൻസേഷൻ എമൗണ്ട്, നമ്മുടെ രാജ്യത്ത് പല രൂപത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാറുണ്ട്. നാച്ചുറൽ കലാമിറ്റീസ്, ഡിസാസ്റ്റേഴ്സ്, അങ്ങനെ പല രൂപത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ. ഈ പ്രത്യേക സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റുകളോ എന്ത് ചെയ്യാറുണ്ട്, അതിന് വിധേയപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസാസ്റ്ററിൻ്റെ ബാധ്യത അല്ലെങ്കിൽ ഡിസാസ്റ്ററിൻ്റെ പ്രയാസം ഫേസ് ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, കോമ്പൻസേഷൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫ്ലഡുമായി ബന്ധപ്പെട്ട് കോമ്പൻസേഷൻ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഡ്രോട്ടുമായി ബന്ധപ്പെട്ട് കോമ്പൻസേഷൻ കൊടുക്കാറുണ്ട്, വലിയ പാൻഡമിക് കേസസുമായി ബന്ധപ്പെട്ട് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും രൂപത്തിലുള്ള ഔദ്യോഗികമായി കൊണ്ട് അംഗീകരിച്ച ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന കോമ്പൻസേഷൻ എമൗണ്ട് എന്തല്ല, ടാക്സബിൾ അല്ലാതെ ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ്. അപ്പോൾ ഏതൊക്കെ കോമ്പൻസേഷൻ ഉൾപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ സെൽഫ് അതോറിറ്റി ബൈ വേ ഓഫ് കോമ്പൻസേഷൻ ഓൺ അക്കൗണ്ട് ഓഫ് എനി ഡിസാസ്റ്റർ ഷാൽ ബി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. സെൻട്രൽ ഗവൺമെൻറ് കിട്ടുന്നതായി കഴിഞ്ഞാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതായി കഴിഞ്ഞാലും ഈവൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണെങ്കിൽ പോലും ഒരു ഡിസാസ്റ്ററിൻ്റെ ഭാഗമായി കൊണ്ട് കിട്ടുന്ന കോമ്പൻസേഷൻ എമൗണ്ട് എന്ത് ചെയ്യേണ്ടതില്ല, ഇൻകം ടാക്സ് അടക്കേണ്ടതില്ല. അത് ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് എന്നർത്ഥം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് 7th ലൈഫ് ഇൻഷുറൻസ് മണി. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ് ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത്. ലൈഫ് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാക്സ് അട്രാക്ഷൻ എന്നുള്ളത് ഇത് തന്നെയാണ്. ലൈഫ് ഇൻഷുറൻസിൻ്റെ ക്ലെയിം എമൗണ്ട് കിട്ടുന്ന സമയത്ത് ആ ക്ലെയിം എമൗണ്ടിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇൻകം ടാക്സ് അടക്കേണ്ടതില്ല. ഇനി സം റിസീവ്ഡ് അണ്ടർ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഇൻക്ലൂഡിംഗ് ബോണസ് ഷാൾ ബി എക്സംപ്റ്റഡ്.
അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളൊരു 25 വയസ്സിൽ 30 വയസ്സുണ്ടാകുമ്പോൾ ഒരാൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വ്യക്തി മരിക്കുന്ന സമയത്ത് ആ ഇൻഷുറൻസ് എമൗണ്ട് കിട്ടും, അതല്ലെങ്കിൽ ആ ഇൻഷുറൻസ് പോളിസിയുടെ കാലാവധി എക്സ്പയർ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എമൗണ്ട് കിട്ടും. അങ്ങനെ ലൈഫ് ഇൻഷുറൻസിൻ്റെ ക്ലെയിം എമൗണ്ട് കിട്ടുന്ന സമയത്ത് ക്ലെയിം എമൗണ്ട് കിട്ടുമ്പോൾ അതിൻ്റെ ക്ലെയിമും പ്ലസ് ബോണസ് എമൗണ്ട് അടക്കമാണ് കിട്ടുക. ഈ രണ്ട് എമൗണ്ടിനും എന്ത് ചെയ്യില്ല, സാധാരണഗതിയിൽ അതിൻ്റെ റെസിപ്പിയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റിസീവറെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നർത്ഥം. ഇവിടെ ബ്രാക്കറ്റ് നമ്മൾ എക്സെപ്റ്റ് കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് കൊടുത്തിട്ടുണ്ട്. കീമാൻ ഇൻഷുറൻസ് പോളിസി എക്സെപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് അല്ല. കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എംപ്ലോയിയുടെ പേരിലുള്ള പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേരിൽ എംപ്ലോയീസ് എടുത്ത് കൊടുക്കുന്ന ഇൻഷുറൻസ് പോളിസിയെ പറഞ്ഞ പേരാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി. കീമാൻ ഇൻഷുറൻസ് പോളിസിയുമായി റിസീവ് ചെയ്യപ്പെടുന്ന എമൗണ്ട് ടാക്സബിൾ എമൗണ്ട് തന്നെയാണ്. കീമാൻ ഇൻഷുറൻസ് പോളിസി അല്ലാത്ത മറ്റു ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസസിൽ അത് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്ലെയിം എമൗണ്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് അത് എക്സെപ്റ്റഡ് ആണെന്ന് അർത്ഥം. അതുപോലെ എനി എമൗണ്ട് ഫ്രം സുകന്യ സമൃദ്ധി അക്കൗണ്ട്, എനി എമൗണ്ട് ഫ്രം സുകന്യ സമൃദ്ധി അക്കൗണ്ട് SSY എന്ന് പറയും നമ്മൾ. SSY ഇസ് എ small deposit scheme for the girls child launched as a part of Beti Bachao Beti Padhao campaign 2015. It comes with maximum tax benefits of rupees 1.5 lakh rupees under the section 80C of Income Tax Act. Further, the interest accrued and maturity amount are exempted from tax. സാധാരണഗതിയിൽ SSY എന്നുള്ള സുകന്യ സമൃദ്ധി യോജന, SSY എന്നുള്ള നിലവിലുള്ള ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ പാക്കേജാണിത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള 2015 ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന പെൺകുട്ടികളുടെ പേരിൽ, കല്യാണം കഴിയാത്ത പെൺകുട്ടികളുടെ പേരിൽ ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടാണിത് കൃത്യമായി കൊണ്ട്. ഈ അക്കൗണ്ടിൻ്റെ മെച്യൂരിറ്റി എമൗണ്ടിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈ എമൗണ്ടിന് മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് 1.5 ലക്ഷം വരെ റുപ്പീസിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് സാധാരണഗതിയിൽ ഇൻകം ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അത് എക്സെപ്ഷൻ അല്ല, അത് ഡിഡക്ഷനാണ്. പക്ഷേ അതിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട് ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന അതിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട് ഇൻകം ടാക്സ് എക്സെപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആണെന്ന് അർത്ഥം. ഓക്കെ. 9th വൺ, ഇൻട്രസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ത്യ ഗവൺമെൻറ് ഔദ്യോഗികമായി കൊണ്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ടുകൾ എന്തല്ല, ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല, അത് എക്സെപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ടാണ്. ഒരു 3-4 എക്സാമ്പിൾസ് നമ്മൾ അവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട് 1980, പോസ്റ്റ് ഓഫീസ് ക്യാഷ് സർട്ടിഫിക്കറ്റ്സ്, സ്പെഷ്യൽ ബെയറർ ബോണ്ട് 1991, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെ 4 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. നമ്മളവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ 4ാമത് പറഞ്ഞ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട്, പ്രിൻസിപ്പലിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യാൻ ആവശ്യമില്ല, ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല, അത് എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻകംസ് ആണ്. ഓക്കെ. 10th വൺ, എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ്. നമ്മൾ സാധാരണഗതിയിൽ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജസുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വ്യത്യസ്ത പേരുകളിലുള്ള സ്കോളർഷിപ്പ് കിട്ടാറുണ്ട്. ഇപ്പം മൈനോറിറ്റി സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, ഇങ്ങനെ പല രൂപത്തിലുള്ള സ്കോളർഷിപ്പുകൾ കിട്ടാറുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ ഏതെങ്കിലും രൂപത്തിൽ എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിസീവ് ചെയ്യുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ലാത്ത എമൗണ്ടാണ്. അത് ടാക്സ് എക്സെപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ടാണ് സ്കോളർഷിപ്പ് എമൗണ്ട് എന്നർത്ഥം. ഓക്കെ. നെക്സ്റ്റ് വൺ, 11th വൺ, അലവൻസ് ഓഫ് MPs ആൻഡ് MLAs. മെമ്പർ ഓഫ് പാർലമെൻറ്റ്, MPമാരുടെയും MLAമാരുടെയും അലവൻസ് എമൗണ്ട് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ലാത്ത ഒരു എക്സെപ്റ്റഡ് എമൗണ്ടാണ്. ആൻഡ് 12th വൺ, അവാർഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ബോഡി അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അവാർഡ് എമൗണ്ടുകൾ, പല പേരുകളിൽ അവാർഡുകൾ എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യപ്പെടാറുണ്ട് ഗവൺമെൻറ്റുകൾ. സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും, പ്രത്യേകിച്ചും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാധാരണഗതിയിൽ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒക്കേഷൻസുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഗവൺമെൻറ് പല രൂപത്തിൽ അവാർഡുകൾ ഡിക്ലെയർ ചെയ്യപ്പെടാറുണ്ട്. അവാർഡിൻ്റെ പുറമെ അതിൻ്റെ അവാർഡ് എമൗണ്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മാന തുകയും സാധാരണ കേസിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അവാർഡുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന അമൗണ്ട്സുകളൊന്നും സാധാരണഗതിയിൽ ടാക്സബിൾ അല്ല, അത് ഇൻകം ടാക്സിൽ നിന്നും എക്സെപ്റ്റഡ് ആണ് എന്നർത്ഥം. ഓക്കെ. നെക്സ്റ്റ് വൺ, പെൻഷൻ ഓഫ് ഗാലൻട്രി അവാർഡിങ്. സാധാരണഗതിയിൽ പെൻഷൻ എന്നുള്ളത് നോർമൽ കേസസിൽ ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് തന്നെയാണ്. ഓക്കെ. സാലറി, ഇൻകം ഫ്രം സാലറി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ പെൻഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാറുള്ളത്. എന്നാൽ ഇവിടെ ഗാലൻട്രി അവാർഡീസിൻ്റെ പെൻഷൻ എമൗണ്ട്
ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഗാലൻട്രി അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ധീരതക്കുള്ള അവാർഡായിക്കൊണ്ട് കൊടുക്കുന്നതാണ്. പ്രധാനമായിക്കൊണ്ടും മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യപ്പെടാറുള്ള ഒരു അവാർഡാണ് ഗാലൻട്രി അവാർഡ്. പരംവീർ ചക്ര, മഹാവീർ ചക്ര, വീർ ചക്ര, അശോക് ചക്ര, കീർത്തി ചക്ര, അതുപോലെ തന്നെ സൗര്യചക്ര, അങ്ങനെ 5-6 ടൈപ്സ് ഗാലൻട്രി അവാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. മുമ്പ് ആകെ 3 ഗാലൻട്രി അവാർഡുകളാണ് മുമ്പ് ഉണ്ടായിരുന്നത്, പരംവീർ ചക്ര, മഹാവീർ ചക്ര ആൻഡ് വീർ ചക്ര എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 6ഓളം ഗാലൻട്രി അവാർഡുകൾ മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, ആ ഗാലൻട്രി അവാർഡ് വിന്നറെ പറയുന്ന പേരാണ്, ഗാലൻട്രി അവാർഡ് കിട്ടുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് ഗാലൻട്രി അവാർഡി എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഇത്തരം ഗാലൻട്രി അവാർഡീസിൻ്റെ പെൻഷൻ എമൗണ്ട്, അവർ റിട്ടയർ ആവുന്ന സമയത്ത് അവർ റിസീവ് ചെയ്യുന്ന പെൻഷൻ എമൗണ്ട് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല, ഇൻകം ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് എന്നർത്ഥം. ആൻഡ് ദ 14th വൺ, ഫാമിലി പെൻഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സ്. ആംഡ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഫാമിലി പെൻഷൻസ് ഇൻകം ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. അതുപോലെ തന്നെ 15th വൺ, ആനുവൽ വാല്യൂ ഓഫ് 1 പാലസ് ഓഫ് റൂളർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ റൂളേഴ്സ്, അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ ഭരണാധികാരികളുടെ അവിടെ ഏതെങ്കിലും ഒരു പാലസിൽ നിന്ന് കിട്ടുന്ന വരുമാനം എക്സംപ്റ്റഡ് ആയിട്ട് പരിഗണിക്കപ്പെടും. ഒന്നിൽ കൂടുതൽ പാലസുകൾ സ്വന്തമായിട്ടുള്ള റൂളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതെങ്കിലും ഒരു പാലസിൽ നിന്ന് കിട്ടുന്ന വരുമാനം പൂർണ്ണമായിക്കൊണ്ടും ഇൻകം ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ട് പരിഗണിക്കപ്പെടും എന്നർത്ഥം. ആൻഡ് 16th വൺ, ഇൻകം ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ സെലക്റ്റഡ് ഏരിയാസ്. ഇൻകം ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, നമ്മൾ ST എന്ന് പറയാറുണ്ട്, SC ഇതിൽ ഉൾപ്പെടില്ല, ST ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ സെലക്റ്റഡ് ഏരിയാസ്. അത് എല്ലായിടത്തും ഇല്ല, ഇന്ത്യയിലെ സെലക്റ്റഡ് ജോഗ്രഫിക്കൽ ഏരിയാസിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനങ്ങൾ ഇൻകം ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. ഏതൊക്കെയാണ് ഈ സെലക്റ്റഡ് ഏരിയാസ് എന്ന് നോക്കുക. ദ ഫോളോയിങ് ഇൻകംസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് റിസൈഡിങ് ഇൻ ട്രൈബൽ ഏരിയ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, സിക്കിം, ലഡാക്ക് ആർ ഫുള്ളി എക്സംപ്റ്റഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 7-8 സ്റ്റേറ്റുകളുടെ പേരുകളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ 7-8 സ്റ്റേറ്റിൽ എന്താണ് ട്രൈബൽ ഏരിയയുമായി ബന്ധപ്പെട്ട് 7-8 സ്റ്റേറ്റുകളിലുള്ള ട്രൈബൽ ഏരിയകളുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് കിട്ടുന്ന വരുമാനം എന്താണ്, ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ലാത്ത എക്സംപ്റ്റഡ് ഇൻകംസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടാറുള്ളത് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ 1-2 കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഇൻകം അക്രൂഡ് ഓർ അറൈസ് ടു ദം ഫ്രം എനി സോഴ്സ് ഇൻ ട്രൈബൽ ഏരിയ ഇൻ ദി അഫോർസഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻകം ബൈ വേ ഓഫ് ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. അത് 17th പോയിന്റ്. നെക്സ്റ്റ് വൺ, സർട്ടൻ ഇൻകം ഓഫ് സിക്കിമീസ്. സർട്ടൻ ഇൻകം ഓഫ് സിക്കിമീസ്, സിക്കിമിലുള്ള ആളുകളെയാണ് നമ്മൾ സിക്കിമീസ് എന്ന് പറയുക. സിക്കിമീസുമായി ബന്ധപ്പെട്ട് ചില ഇൻകംസുകൾ ഇൻകം ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള ഇൻകംസുകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻകം ഫ്രം എനി സോഴ്സ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് സിക്കിം. സിക്കിം എന്നുള്ള സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് സിക്കിമീസിന് കിട്ടുന്ന ഏത് ഇൻകംസുകളും സാധാരണഗതിയിൽ അവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ സിറ്റുവേഷൻസിനെ സോൾവ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഗവൺമെൻറ് ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ ടാക്സ് എക്സംപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ, ഇൻകം ബൈ വേ ഓഫ് ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഇൻകം ബൈ വേ ഓഫ് ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സിക്കിമീസ് പീപ്പിൾസിന് മാത്രം കിട്ടുന്ന ഒരു ടാക്സ് അഡ്വാൻറ്റേജസ് ആണ്. ഇഫ് എ സിക്കിമി വുമൺ മാരി ഓൺ ആഫ്റ്റർ 1/4/2008 വിത്ത് എ നോൺ സിക്കിമി, ഷി വിൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ഫോർ ദിസ് എക്സംഷൻ എന്നുള്ളത് കൂടി അതിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സിക്കിമീസിനെ, ഒരു നോൺ സിക്കിമി വുമൺസിനെ നോൺ സിക്കിമുമായി മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാരേജിൻ്റെ ശേഷം കിട്ടുന്ന അല്ലെങ്കിൽ മാരേജിന് ശേഷം വരുന്ന അമൗണ്ട്സുകൾ സാധാരണ കേസിൽ ടാക്സ് എക്സംഷൻ ഉണ്ടാവാറില്ല എന്നർത്ഥം. ഇത് 2008 ശേഷമുള്ള 2008 മുതലുള്ള ഒരു റൂളാണ് ഇപ്പോൾ പറഞ്ഞത്. 18th വൺ, സബ്സിഡി ഫ്രം ടീ ബോർഡ്. നമ്മൾ സാധാരണ കേസിൽ ടീ ബോർഡ് അല്ലെങ്കിൽ കോഫി ബോർഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബോർഡ് എന്നൊക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് ഓരോ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓഫീസ് ഓർഗനൈസേഷനാണ് ബോർഡ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഇവിടെ ടീ ബോർഡ്, അതുപോലെ തന്നെ സബ്സിഡി റിസീവ്ഡ് ഫ്രം പ്ലാന്റേഴ്സിന് കിട്ടുന്ന സബ്സിഡി, അതുപോലെ തന്നെ ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവാത്ത ആളാണെന്ന് അർത്ഥം. പ്രായപൂർത്തിയാവാത്ത ആളാണെങ്കിൽ പോലും വരുമാനം ഉണ്ടെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ പ്രായപൂർത്തിയാവാത്ത മൈനർ അടയ്ക്കേണ്ടതില്ല. അയാളുടെ വരുമാനത്തിന് അയാളുടെ റിലേറ്റീവായിട്ടുള്ള ഏതെങ്കിലും പ്രായപൂർത്തിയായിട്ടുള്ള ആളുടെ പേരിലാണ് അതിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് എങ്കിൽ പോലും ഒരു മൈനർക്ക് വരുമാനം ഉണ്ടെങ്കിൽ പരമാവധി എന്ത് ചെയ്യാവുന്നതാണ്, 1500 റുപ്പീസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 1500 റുപ്പീസ് ഓരോ ചൈൽഡിനും, ഓരോ മൈനർ ചൈൽഡിനും നമുക്ക് ടാക്സ് എക്സംഷൻ ടേക്കപ്പ് ചെയ്യാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ,
ആൻഡ് ദ 21th വൺ ഡിവിഡൻഡ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനി. ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളെ അല്ലെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളെ പറയുന്ന പേരാണ് ഇന്ത്യൻ കമ്പനി. അതിൻ്റെ മറ്റൊരു പേരാണ് ഡൊമസ്റ്റിക് കമ്പനി എന്നുള്ളത്. ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് എമൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിവിഡൻഡ് എമൗണ്ട് എന്താണ് ടാക്സ് എക്സംപ്റ്റഡ് ആണ് എന്നർത്ഥം. ആൻഡ് 22nd വൺ ഇൻകം റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 10. മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് റിസീവ് ചെയ്യപ്പെടുന്ന എമൗണ്ട്, സെലക്റ്റഡ് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് റിസീവ് ചെയ്യപ്പെടുന്ന എമൗണ്ടുകൾ ടാക്സ് എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ 23th പോയിന്റ് ഇൻകം ഫ്രം ഇൻ്റർനാഷണൽ സ്പോർട്ടിംഗ് ഇവൻറ്റ്. ഇൻകം ഫ്രം ഇൻ്റർനാഷണൽ സ്പോർട്ടിംഗ് ഇവൻറ്റ്, രാജ്യാന്തര സ്പോർട്സ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് റിസീവ് ചെയ്യപ്പെടുന്ന പ്രൈസ് എമൗണ്ടുകൾ, വിന്നിങ് എമൗണ്ടുകളൊക്കെ എന്താണ് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. 1-2 കണ്ടീഷൻസ് അതുമായി ബന്ധപ്പെട്ടുണ്ട്. ദ സ്പോർട്ടിംഗ് ഇവൻറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ഇൻ്റർനാഷണൽ റെഗുലേറ്ററി ബോഡി ഓഫ് സച്ച് ഇവൻറ്റ്. ആ മത്സരവുമായി ബന്ധപ്പെട്ട എന്താണ് ഇൻ്റർനാഷണൽ റെഗുലേറ്റിംഗ് ബോഡി അംഗീകരിച്ചതായിരിക്കണം എന്നർത്ഥം. അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കൺട്രോളിംഗ് അതോറിറ്റിയാണ് BCCI എന്നുള്ളത്, അല്ലെങ്കിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIF എന്ന് പറഞ്ഞുകൊണ്ട് സംഘടന ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ രാജ്യാന്തര തരത്തിലുള്ള ഫുട്ബോൾ മത്സരങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് FIFA അല്ലെ ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് FIFA എന്നുള്ള അസോസിയേഷൻ ഉണ്ടാവാറുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ ക്രിക്കറ്റ് മാച്ചസ് സംഘടിപ്പിക്കുകയാണെങ്കിൽ ICC എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ പറഞ്ഞുകൊണ്ട് അതിനൊരു കൺട്രോളിംഗ് അതോറിറ്റി ഉണ്ടാവാറ്. അപ്പോൾ ഏത് മത്സരമാണോ സംഘടിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അംഗീകരിച്ച മത്സരമായിരിക്കണം. അതുപോലെ തന്നെ മോർ ദാൻ 2 countries ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി 2 events. 2-ൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന സ്പോർട്സ് ഇവൻ്റ് ആയിരിക്കണം. 2-ൽ കൂടുതൽ രാജ്യങ്ങൾ മത്സരിക്കുന്ന സ്പോർട്സ് ഇവൻറ്റിലൂടെ കിട്ടുന്ന പ്രൈസ് എമൗണ്ടുകളോ വിന്നേഴ്സ് എമൗണ്ടോ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള ക്യാഷ് പ്രൈസുകളോ പോലെ ഏതെങ്കിലും അമൗണ്ട്സുകൾ ഉണ്ടെങ്കിൽ അത്തരം അമൗണ്ട്സുകളെല്ലാം ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള അമൗണ്ട്സുകളാണ് എന്നർത്ഥം. ആൻഡ് 24th വൺ അലവൻസ് ഓഫ് പെർക്വിസിറ്റ് പെയ്ഡ് ടു ദി ചെയർമാൻ ഓർ മെമ്പർ ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അലവൻസ് ഓർ പെർക്വിസിറ്റ് പെയ്ഡ് ടു ദി ചെയർമാൻ ഓർ മെമ്പർ ഓഫ് UPSC. UPSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ PSCയെ പോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളത്. UPSCയുടെ ചെയർമാൻ്റെയും UPSCയുടെ മെമ്പേഴ്സിനും പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന അലവൻസുകൾ, പെർക്വിസിറ്റ് എമൗണ്ടുകളെല്ലാം എന്താണ് ടാക്സ് എക്സംപ്റ്റഡ് ആണ് എന്നർത്ഥം. 25th വൺ ഇൻകം ഫ്രം ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് യൂണിറ്റ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഇൻകം ഫ്രം ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് യൂണിറ്റ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. സ്പെഷ്യൽ എക്കണോമിക് സോൺ അല്ലെങ്കിൽ സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യം എക്സ്പോർട്ടിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ് യൂണിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഈ ന്യൂലി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ഇൻകംസുകൾ സാധാരണഗതിയിൽ എന്താണ് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ശതമാനം എന്നുള്ളത് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. 100% ഓഫ് പ്രോഫിറ്റ് ഡിറൈവ് ഫ്രം എക്സ്പോർട്ട് ഫോർ 5 ഇനീഷ്യൽ അസസ്മെൻറ്റ് ഇയർ. ഒരു സെസ് യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ, സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 5 വർഷത്തെ എക്സ്പോർട്ട് റവന്യൂ എന്നുള്ളത് ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ അതിന് 50% ഓഫ് സച്ച് പ്രോഫിറ്റ് ഫോർ ദി ഫർദർ അസസ്മെൻറ്റ് ഇയർ. 5 വർഷത്തിന് ശേഷം കിട്ടുന്ന എക്സ്പോർട്ട് റവന്യൂ അതിൻ്റെ 50% ടാക്സ് എക്സംപ്റ്റഡ് ആണ് എന്നർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സംപ്റ്റഡ് ഇൻകം ഫോർ ജനറൽ അസസ്സി അല്ലെങ്കിൽ ഓൾ അസസ്സി എന്നുള്ളതുമായി ബന്ധപ്പെട്ട് എല്ലാ അസസ്സിക്കും കിട്ടുന്ന ഒരു എക്സംപ്റ്റഡ് ഇൻകമുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ 25 പോയിൻറ്റ്സുകളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ ടേക്കപ്പ് ചെയ്യാം.